Hi, welcome back. നമുക്ക് next question നോക്കാം. Let P of x is equal to x square plus half x plus b, Q of x is equal to x square plus ex plus d, be two polynomials with a real coefficient such that P of x into Q of x is equal to Q of P of x for all real x. Find all real roots of P of Q of x is equal to 0 എന്നാണ് ചോദിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അൺനോൺ പോളിനോമിയൽസ് ഇൻ ദ സെൻസ് കോഎഫിഷ്യൻസ് അൺനോൺ ആയിരിക്കും, ഡിഗ്രി തന്നിട്ടുണ്ടാവും, എന്നിട്ട് അതിന് അൺനോൺ കണ്ടുപിടിക്കാനുള്ള കണ്ടീഷൻസ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഭയങ്കര കോമൺ ക്വസ്റ്റ്യൻ ആണ്, നമുക്കത് ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യമായി പറയുന്നത് പി ഓഫ് എക്സ് എന്തൊക്കെയാ, അതൊക്കെ നമുക്കൊന്ന് എഴുതി നോക്കാം. നമ്മുടെ കയ്യിൽ ഇതാ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് ഹാഫ് എക്സ് പ്ലസ് ബി. അതുപോലെ ക്യൂ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നമുക്കറിയാം എക്സ് സ്ക്വയർ പ്ലസ് സി എക്സ് പ്ലസ് ഡി. ഇത് രണ്ട് ക്വാഡ്രാറ്റിക് ആണെന്നറിയാം. 3 അൺനോൺ കോൺസ്റ്റൻസുകളുള്ളത്, ബി സി ഡി നമ്മളിൽ അൺനോൺസ് ആണ്. ഇനി അവർ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എന്താ വെച്ചാൽ പി ഓഫ് എക്സ് ഇൻ ടു ക്യൂ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ക്യൂ ഓഫ് പി ഓഫ് എക്സ്. ക്യൂ ഓഫ് പി ഓഫ് എക്സ് എന്ന് പറഞ്ഞ സാധനം എന്താ വരാൻ പോണെന്ന് വെച്ചാൽ പി ഓഫ് എക്സിന്റെ സ്ക്വയർ പിന്നെ സി ഇൻറ്റു പി ഓഫ് എക്സ് പ്ലസ് ഡി എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഈ ഒരു കണ്ടീഷൻ എഴുതി. ഞാൻ ഇനി ആദ്യം ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചാൽ എക്സ് ക്യൂബിന്റെ കോഎഫിഷ്യന്റ് നമുക്കൊന്ന് നോക്കാം. എക്സ് ക്യൂബിന്റെ കോഎഫിഷ്യന്റ് നോക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നോക്കടാ, ഇവിടെ എക്സ് ക്യൂബിന്റെ കോഎഫിഷ്യന്റ് ഇല്ല, ഇവിടെ എക്സ് ക്യൂബ് ഇല്ല, പിന്നെ ഇവിടെ എക്സ് ക്യൂബ് ഉണ്ടാവും, പിന്നെ പി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തുണ്ടാവും, എക്സ് ക്യൂബ് ഉണ്ടാവും. അപ്പോൾ എക്സ് ക്യൂബിന്റെ കോഎഫിഷ്യൻസ് നമ്മൾ ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ക്യൂബ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ക്യൂബ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സിൽ വരാൻ പോകണം എന്താ വെച്ചാൽ സി എന്ന് പറഞ്ഞൊരു ടേം ഉണ്ടാവും, പിന്നെ ഹാഫ് എന്ന് പറഞ്ഞൊരു ടേം ഉണ്ടാവും. ഓക്കെ, ഇനി റൈറ്റ് സൈഡിൽ പി ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ പി ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇത് ഇൻറ്റു ഇത് മൾട്ടിപ്ലൈ ആണ്. അപ്പൊ എക്സ് സ്ക്വയർ ഇൻറ്റു ഹാഫ് എക്സ് ഉണ്ടാവും, ഹാഫ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ഉണ്ടാവും. അപ്പൊ ഹാഫ് പ്ലസ് ഹാഫ് 1 ആയിരിക്കും. അപ്പൊ ഇതിൽ നിന്ന് ഉടനെ തന്നെ നമുക്ക് സി is equal to ഹാഫ് ആണെന്ന് കിട്ടി, പെട്ടെന്ന് കിട്ടിയുണ്ടോ, ഒരു കോൺസ്റ്റന്റ് നമുക്ക് വേഗം കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. കോഎഫിഷ്യന്റ് ഓഫ് എക്സ് നമുക്ക് കമ്പയർ ചെയ്യാം. ഓഫ് കോഴ്സ് എക്സ് പവർ 4 കമ്പയർ ചെയ്യണതിന് കാര്യമില്ല, കാരണം എക്സ് പവർ 4ന്റെ കോഎഫിഷ്യന്റ് ഇവിടെ 1 ആണ്, ഇതിലും അത് തന്നെ ആയിരിക്കും 1 ആയിരിക്കും. അത് കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല, അതുകൊണ്ടാണ്. നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പൊ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ ആർ എച്ച് എസ് നോക്കാം. ആർ എച്ച് എസിൽ അത് പി ഓഫ് എക്സിന്റെ സ്ക്വയർ പ്ലസ് സി ഇൻറ്റു പി ഓഫ് എക്സ് പ്ലസ് ഡി ആണല്ലോ. അപ്പൊ പി ഓഫ് എക്സിന്റെ സ്ക്വയർ ചെയ്യുമ്പോൾ പി ഓഫ് എക്സിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ആക്ച്വലി എക്സ് സ്ക്വയർ പ്ലസ് ഹാഫ് എക്സ് പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആണേ. അപ്പൊ അതിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് എങ്ങനെ വരാന്ന് വെച്ചാൽ ഹാഫ് എക്സ് ഇൻറ്റു ബി എന്ന് പറഞ്ഞ ടേം ഉണ്ടാവും, അപ്പൊ അത് ബി ബൈ 2, പിന്നെ ബി ഇൻറ്റു ഹാഫ് എക്സ്, അപ്പൊ ഒരു ബി ബൈ 2 ടേം ഉണ്ടാവും. ഓക്കെ, ഇതാണ് നമ്മൾ പി ഓഫ് എക്സ് സ്ക്വയറിന്റെ അതിൽ നിന്ന് എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് കിട്ടിയത്. ഇനി നമുക്ക് സി ഇൻറ്റു പി ഓഫ് എക്സ് ഉണ്ടാവും. അപ്പൊ സി ഇൻറ്റു പി ഓഫ് എക്സിന് അത് എന്ത് വന്നിട്ടുണ്ടാവും, സി ബൈ 2 വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ അപ്പൊ ഇവിടെ അത് ബി പ്ലസ് സി ബൈ 2 എന്ന് കിട്ടും. ഇനി ഇതിന് നമുക്ക് ഇനി എന്താണ് ലെഫ്റ്റ് സൈഡിൽ പി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സിന്റെ കോഎഫിഷ്യന്റ് നോക്കാം. അപ്പൊ എക്സിന്റെ കോഎഫിഷ്യന്റ് എങ്ങനെ വരാന്ന് വെച്ചാൽ ബി സി എന്ന് പറഞ്ഞൊരു ടേം ഉണ്ടാവും, പിന്നെ ഡി ബൈ 2 എന്ന് പറഞ്ഞ ടേം ഉണ്ടാവും. അപ്പൊ നേരെ നമുക്ക് എന്ത് ചെയ്യാം, സി ഈക്വൽ ടു ഹാഫ് കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബി ബൈ 2 പ്ലസ് ഡി ബൈ 2 പ്ലസ് ഈക്വൽ ടു ബി പ്ലസ് സി ബൈ 2 എന്ന് പറഞ്ഞ സാധനം 1/4 ആണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഡി ബൈ 2 ഇസ് ഈക്വൽ ടു ബി ബൈ 2 പ്ലസ് 1/4 എന്ന് കിട്ടും, അഥവാ ഡി ഇസ് ഈക്വൽ ടു ബി പ്ലസ് ഹാഫ് എന്ന് കിട്ടും. ഇവിടെ നിൽക്കട്ടെ, ഡി ഇസ് ഈക്വൽ ടു ബി പ്ലസ് ഹാഫ് കിട്ടും. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് കമ്പയർ ചെയ്യാം, അല്ലെങ്കിൽ രണ്ട് സൈഡിൽ എന്താ എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. രണ്ട് സൈഡിലും 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, കോൺസ്റ്റന്റ് എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാം. അപ്പോൾ എക്സിന് നമുക്ക് വേണമെങ്കിൽ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പി ഓഫ് 0 ഇൻറ്റു ക്യൂ ഓഫ് 0 ആണ്. എക്സിന് 0 കൊടുക്കാൻ പോവാ കേട്ടോ, എക്സിന് 0 കൊടുക്കാൻ പോവാ. പി ഓഫ് 0 ഇൻറ്റു ക്യൂ ഓഫ് 0 ആണ്, ക്യൂ ഓഫ് പി ഓഫ് 0 എന്ന് കിട്ടും. ക്യൂ ഓഫ് പി ഓഫ് 0 എന്ന് പറഞ്ഞ സാധനം പി ഓഫ് 0 എന്ന് പറഞ്ഞ സാധനം ബി ആണ്, അപ്പൊ ക്യൂ ഓഫ് ബി എന്ന് കിട്ടും. ക്യൂ ഓഫ് ബി എന്ന് പറഞ്ഞ സാധനം പിന്നെ ബി സ്ക്വയർ പ്ലസ് പി ഓഫ് 0ന്റെ വാല്യൂ ബി ആണ്. സോ ബി സ്ക്വയർ പ്ലസ് ബി സി പ്ലസ് ഡി.
ബി സ്ക്വയർ പ്ലസ് ബി സി പ്ലസ് ഡി ആണ്. ഇവിടെ പി ഓഫ് 0 ഇൻറ്റു ക്യൂ ഓഫ് 0 അതെന്താന്ന് കിട്ടും? ബി ഡി ആന്ന് കിട്ടും. ബി ഡി ബി ഡി ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് ഹാഫ് ബി പ്ലസ് ഡി എന്ന് കിട്ടും. അപ്പൊ ഡി ഈസ് ഈക്വൽ ടു ബി പ്ലസ് ഹാഫ് കൊണ്ടുപോയിട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പൊ ഡിയിലെടുത്ത് നമ്മൾ ബി പ്ലസ് ഹാഫ് കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ബി ഇൻറ്റു ബി പ്ലസ് ഹാഫ് as equal to നമുക്ക് എന്താ കിട്ടാൻ പഠിച്ചാൽ ബി സ്ക്വയർ പ്ലസ് ഹാഫ് ബി പ്ലസ് ഡി എന്ന് കിട്ടും. ഓക്കെ, അപ്പോ ഇതിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോണെന്ന് വെച്ചാല് തെറ്റിയിട്ടില്ലല്ലോ, ബി ഇൻറ്റു ഡി, ഡി എന്ന് പറഞ്ഞ സാധനം ബി പ്ലസ് ഹാഫ് ആണ്. ഓക്കെ, ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഹാഫ് ബി പ്ലസ് ഡി എന്ന് കിട്ടും. ഹാഫ് ബി പ്ലസ് ഡി എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോണത് എന്താണെന്ന് വെച്ചാൽ ബി സ്ക്വയർ പ്ലസ് ഹാഫ് ബി ക്യാൻസൽ ആയി പോയി ഡി ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഡി ഈസ് ഈക്വൽ ടു 0 ആയതുകൊണ്ട് ബി വാല്യൂ മൈനസ് ഹാഫ് ആണ് കിട്ടും. അപ്പോൾ എല്ലാ ഇൻഫർമേഷനും നമ്മുടെ കയ്യിൽ കിട്ടി കേട്ടോ, എല്ലാ ഇൻഫർമേഷനും നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് പി ഓഫ് എക്സ് എന്താണെന്ന് കിട്ടി? പി ഓഫ് എക്സ് എന്ന് പറഞ്ഞ സാധനം എക്സ് സ്ക്വയർ പ്ലസ് ഹാഫ് എക്സ് പിന്നെ പ്ലസ് ബി എന്ന് പറയുമ്പോൾ മൈനസ് ഹാഫ് ആണ്. ക്യൂ ഓഫ് എക്സ് എന്താണെന്ന് കിട്ടും? ക്യൂ ഓഫ് എക്സ് എന്ന് പറഞ്ഞ സാധനം എക്സ് സ്ക്വയർ പ്ലസ് സി എന്ന് പറഞ്ഞ സാധനം എന്താ? സി വാല്യൂ ഹാഫ് ആണ്, ഹാഫ് എക്സ് എന്ന് കിട്ടി. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. എല്ലാം കണക്കാക്കിയിട്ട് നമ്മൾ ഇപ്പൊ കുറച്ച് എന്ത് ചെയ്യണം, കെയർഫുൾ ആയിട്ട് ചെയ്യണം എന്നുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. ഇനി അവർ പറയുന്നത് എന്താ വെച്ചാൽ ഫൈൻഡ് ഓൾ റിയൽ റൂട്ട്സ് ഓഫ് പി ഓഫ് ക്യൂ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പൊ പി ഓഫ് ക്യൂ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ക്യൂ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഹാഫ് ക്യൂ ഓഫ് എക്സ് മൈനസ് ഹാഫ് ഇസ് ഈക്വൽ ടു 0. അപ്പൊ ക്യൂ ഓഫ് എക്സിനെ സം വൈ എന്നങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ, സം ക്യൂ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നമ്മൾ വൈ എന്നങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഇതെന്താ കിട്ടാൻ പോണെന്ന് വെച്ചാൽ വൈ സ്ക്വയർ പ്ലസ് ഹാഫ് വൈ മൈനസ് ഹാഫ് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പൊ ഇതിന് നമുക്ക് കിട്ടാൻ പോണെന്ന് വെച്ചാൽ 2y സ്ക്വയർ പ്ലസ് വൈ മൈനസ് 1 ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പൊ 2y സ്ക്വയർ പ്ലസ് 2y മൈനസ് വൈ മൈനസ് 1 ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2y ഇൻറ്റു വൈ പ്ലസ് 1 മൈനസ് 1 ഇൻറ്റു വൈ പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ y ഇസ് ഈക്വൽ ടു ഹാഫും കിട്ടും, y ഇസ് ഈക്വൽ ടു മൈനസ് 1 കിട്ടും. ഇനി നമ്മൾ ക്യൂ ഓഫ് എക്സിനെയാണല്ലോ y എന്ന് വിളിച്ചത്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് ഹാഫ് എക്സ് ഇസ് ഈക്വൽ ടു ഹാഫും കിട്ടും, അതുപോലെ എക്സ് സ്ക്വയർ പ്ലസ് ഹാഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 1 കിട്ടും. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഇനി ചെക്ക് ചെയ്ത് നോക്കാം. എക്സ് സ്ക്വയർ പ്ലസ് ഹാഫ് എക്സ് ഇസ് ഈക്വൽ ടു ഹാഫ് നമ്മൾ കൊടുക്കുമ്പോൾ അഗെയിൻ എക്സ് സ്ക്വയർ പ്ലസ് ഹാഫ് എക്സ് മൈനസ് ഹാഫ് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. അത് തൊട്ട് മുന്നേ കണ്ട ഇക്വേഷൻ തന്നെയല്ലേ. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് കിട്ടാൻ പോണത് എക്സിന്റെ വാല്യൂസ് ഹാഫും മൈനസ് 1 എന്നും കിട്ടും. ഇവിടെ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് ഹാഫ് എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0 എന്ന് മനസ്സിലായി. ഇതിന് റിയൽ റൂട്ട് ഇല്ല, പെട്ടെന്ന് നമുക്ക് ഈ ഡിസ്ക്രിമിനന്റ് നോക്കി മനസ്സിലാവും. ബി സ്ക്വയർ മൈനസ് 4ac ഡിസ്ക്രിമിനന്റ് നെഗറ്റീവ് ആണ്, അപ്പൊ നോ റിയൽ റൂട്ട്സ്. അപ്പൊ അൾട്ടിമേറ്റ്ലി നമ്മുടെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 1 ഹാഫും ആണ്. അപ്പൊ ഇവിടെ നമ്മൾ വേഗത്തിൽ ഞാൻ ചെയ്തു. ആക്ച്വലി ഈ പ്രോബ്ലം ചെയ്തപ്പോൾ നമ്മൾ കെയർഫുൾ ആയിട്ട് ചെയ്യണം. കോഎഫിഷ്യന്റ് എഴുതുമ്പോൾ മൊത്തം എക്സ്പ്രഷൻസ് വാരി വലിച്ചൊന്നും എഴുതിയില്ല. വേഗം തന്നെ എന്ത് ചെയ്തു, എക്സ് ക്യൂബ് കമ്പയർ ചെയ്തു, എക്സ് കമ്പയർ ചെയ്തു, എക്സിന് 0 എടുത്ത് കമ്പയർ ചെയ്തു. കാരണം നമുക്ക് 3 അൺനൗൺസ് ഉള്ളത്, 3 കണ്ടീഷൻ മതി എന്ന് അറിയാം. അപ്പോൾ മൈനസ് 1 ഹാഫും ആണ് ഇതിന്റെ ആൻസർ. അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഇനിയും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ.